ഒരു കുഞ്ഞ് തട്ടമിട്ട് വന്നതിന് എന്തിനാണ് ഇങ്ങനെ പുകിലുണ്ടാക്കുന്നത്? അതുണ്ടാക്കിയ മുറിവ് എത്രയാണ്? അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സമൂഹത്തിനകത്ത് ഞാൻ പറയുന്നു, അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കല്ല മുറിവുണ്ടാക്കിയത് എന്നാണ് ഞാൻ പറയുക. അത് സത്യത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് മുറിവുണ്ടാക്കിയത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നമ്മൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്? അച്ഛന്മാർ എത്ര എല്ലാ നല്ല കാര്യങ്ങളിലും ഉണ്ടായ ഫാദേഴ്സ് ഉണ്ടായിരുന്നില്ലേ? നാട്ടിൽ റോഡ് വെട്ടുമ്പോൾ, സ്കൂൾ പണിയുമ്പോൾ, മദ്യവിരുദ്ധ സമിതിയിലൊക്കെ നേതാക്കളായി നിൽക്കുന്നു ലോഹയിട്ട അച്ഛന്മാർ. അത്രയും വലിയ ഉണർന്ന പാരമ്പര്യമുള്ള ഒരു സമൂഹം ഇങ്ങനെ അസ്വസ്ഥമാക്കുന്ന, ഇങ്ങനെ എന്താ പറയുക എന്തിനോടും രൂക്ഷമായി പ്രതികരിക്കുന്ന അസ്വസ്ഥമായ ഒരു സമൂഹമാകാൻ അവർ മാറുന്നത് എത്ര കഷ്ടമാണ് എന്നാണ് അവരോട് തന്നെയും നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദയവായി ഇങ്ങനെ മനുഷ്യരെ വിഭജിക്കുന്ന കാര്യങ്ങളെ പിറകെ നമ്മൾ പോകരുത്. അപ്പോഴും കുറ്റമാണ്. നമുക്കെന്താണ്, ഇത് പറഞ്ഞവർക്കാണ് കുറ്റം, ഇത് പറഞ്ഞവരാണ് വിഭജനം ഉണ്ടാക്കുന്നത്. ഒരിക്കലുമല്ല. ഇത്തരം മനുഷ്യരെ വിഭജിക്കുന്ന ഘടകങ്ങൾ കൊണ്ടുവരാതിരിക്കുക. അതുണ്ടാക്കുന്ന ദോഷം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാനാവാത്തവത്രം മനുഷ്യരെ അകറ്റിക്കളയും എന്ന കാര്യം ആലോചിക്കണമെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങളൊരൊറ്റ വാർത്തയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മതി. എത്ര പച്ചയിലാണ് ഇപ്പോൾ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് മനുഷ്യരൊരുമിച്ച് നിന്നുകൊണ്ട് പരിഹരിച്ചേ പറ്റുള്ളൂ.